നമസ്കാരം. ആശുപത്രിയിൽ മരിച്ച നിലയിലെത്തിച്ച 11 മാസം പ്രായമുള്ള ശിഖന്യ എന്ന പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് വാട്സാപ്പ് സന്ദേശത്തിൽ. കുഞ്ഞിന്റെ അമ്മ കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശില്പയെ അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് ശേഷം വാടകയ്ക്കെടുത്ത കാറിൽ മൃതദേഹവുമായി മുൻപൊപ്പം താമസിച്ചിരുന്ന യുവാവിനെ തേടി ഷൊർണൂരിലെത്തുകയായിരുന്നു ശില്പ. കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന നിലയിൽ ശില്പ അന്ന് പുലർച്ചെ യുവാവിനയച്ച സന്ദേശം നിർണായക തെളിവായി. ഇതാണ് ശില്പയെ കുറ്റസമ്മതത്തിന് പ്രേരിപ്പിച്ചത്. ശനിയാഴ്ച പുലർച്ചെ മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ ശരീരത്തിൽ വലിയ മുറിവുകളില്ലെങ്കിലും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് ആന്തരികാവയവ പരിശോധനയിലും പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയതാണ് നിർണായകമായത്. ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകും എന്നതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന് ശില്പ കുറ്റസമ്മതവും നടത്തി. യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂരിലെ തിയേറ്ററിൽ ശനിയാഴ്ച രാവിലെ 9:30 എത്തിയ ശില്പ കുഞ്ഞിനെ നിലത്ത് വെച്ച് ബഹളമുണ്ടാക്കിയിരുന്നു. പോലീസിനെ അറിയിച്ചപ്പോൾ ആശുപത്രിയിലെത്തിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ മരിച്ചുവെന്ന് കണ്ടെത്തി. യുവതി ഇടയ്ക്കിടെ മൊഴി മാറ്റിയതും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഇടയ്ക്ക് സമ്മതിച്ച യുവതി പിന്നീട് മാറ്റി പറഞ്ഞു. ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെ കൊലപാതകം ഉറപ്പിച്ചു. ഇതിനോടൊപ്പം മെസ്സേജും കിട്ടി. മാവേലിക്കര കോട്ടയ്ക്കകത്തുള്ള വാടക വീട്ടിൽ ശില്പയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊട്ടാരക്കര സ്വദേശി വാടകയ്ക്കെടുത്ത വീട്ടിൽ 2 ആഴ്ചയായി ശില്പ താമസിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. വീട് വാടകയ്ക്കെടുത്തയാളുടെ ഫോൺ ഓഫാണെന്നും വീട്ടിലെത്തുമ്പോൾ കതക് തുറന്നു കിടക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. യുവതി പലതവണ താൻ കുട്ടിയെ കൊല്ലുമെന്ന് കാണിച്ച് തന്റെ ഫോണിലേക്ക് സന്ദേശം അയച്ചിരുന്നതായി സുഹൃത്ത് അജ്മൽ പറഞ്ഞു. കൊലപ്പെടുത്തിയെന്നും സന്ദേശമെത്തി. സന്ദേശമയക്കൽ പതിവായതുകൊണ്ട് തന്നെ സുഹൃത്ത് ഈ സന്ദേശം കാര്യമായി എടുത്തില്ല. പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ശില്പ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. 2 വർഷക്കാലമായി ഒരുമിച്ച് താമസിച്ചിരുന്ന അജ്മലും ശില്പയും 6 മാസമായി അകന്നാണ് താമസം. സിനിമാ തിയേറ്ററിലെ ജീവനക്കാരനാണ് അജ്മൽ. ശില്പ മംഗലാപുരത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ തെറാപ്പിസ്റ്റുമാണ്. രാസലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ശില്പയെന്ന് അജ്മൽ പോലീസിനോട് പറഞ്ഞിരുന്നു. അകൽച്ചയിലായതോടെ ശില്പ കുഞ്ഞിനെ അജ്മലിനെ ഏൽപ്പിക്കാനും ശ്രമം നടത്തിയിരുന്നു. കുഞ്ഞിനെ ചൊല്ലി പലപ്പോഴും വഴക്കിടലും പതിവായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ തിയേറ്ററിലെത്തിയ ശില്പ കുഞ്ഞു മരിച്ചെന്നും മറവ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഇത് കണ്ട തിയേറ്റർ ജീവനക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. കുഞ്ഞിന്റെ ചെവിയുടെ ഭാഗത്തും കൈകളിലും മുറിപ്പാടുകൾ ഉള്ളതിനാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയായിരുന്നു. 3 ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്.